മഹാരാഷ്ട്രയിലേക്ക് തന്നെ പോകാം. മഹാരാഷ്ട്രയിൽ സസ്പെൻസ് തുടരുകയാണ്. വഴങ്ങാതിരുന്ന ഏക്നാഥ് ഷിൻഡെയുമായി ദേവേന്ദ്ര ഫട്നാവിസ് കൂടിക്കാഴ്ച നടത്തി. മുംബൈയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ഷിൻഡെ അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയും ആഭ്യന്തരമന്ത്രി പദം ചൊല്ലിയുമാണ് ഇപ്പോൾ തർക്കം തുടരുന്നുവെന്നാണ് സൂചന. ഇതിനിടെ സത്യപ്രതിജ്ഞ 5-ാം തീയതി തന്നെ ഉണ്ടാകുമെന്നാണ് BJP വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഇതിപ്പോൾ 10-ാം ദിവസമാണ്. വലിയ സസ്പെൻസാണ്. ഇപ്പോൾ നേരെ ഏക്നാഥ് ഷിൻഡെ കാണാൻ ദേവേന്ദ്ര ഫട്നാവിസ് തയ്യാറായിരിക്കുന്നു. എന്തെങ്കിലും അനുരഞ്ജന ഫോർമുല ഉണ്ടോ? കാര്യങ്ങൾ സുഗമമാകുമോ? പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു വരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. രഞ്ജിത്ത്, ഇവിടെ ഒരു പ്രധാന കാര്യം BJP ആണ് നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. സ്വാഭാവികമായും സർക്കാർ രൂപീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് BJPക്ക് തന്നെ ആയിരിക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക. അതുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനുള്ള നീക്കങ്ങളും ചർച്ചകളും നടന്നു കഴിഞ്ഞു. 5-ാം തീയതി നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള വേദി തയ്യാറാക്കുകയാണ്. അതിനായി പ്രത്യേകം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. നാളെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ യോഗം ചേരും. അതിൽ നിർമ്മല സീതാരാമൻ പങ്കെടുക്കും എന്ന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിജയ് റുബാനിയും പങ്കെടുക്കും. സ്വാഭാവികമായും അതിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് ഉയർന്നു വരും. പിന്നീട് ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും എന്നതാണ്. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ തന്നെ ഉദയ് സാവന്തിനെ കണ്ടിരുന്നു. ഉദയ് സാവന്ത് ഏക്നാഥ് ഷിൻഡെയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒപ്പം തന്നെ ഫട്നാവിസിന്റെ വിശ്വസ്തൻ ഗിരീഷ് മഹാജനും നേരത്തെ ഏക്നാഥ് ഷിൻഡെയെ കാണുകയും സർക്കാരിന്റെ ഭാഗമാകാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാണ് വിവരം. ഇതോടൊപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെ വരുമ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൂടി, ഉപമുഖ്യമന്ത്രിയായി വരുമ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൂടി വേണം എന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അംഗീകരിക്കാം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം അജിത് പവാറിന് ധനകാര്യ വകുപ്പിന് ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി എന്ന തലത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാകുക. മറ്റ് സീറ്റുകളെ സംബന്ധിച്ചും ബർത്തുകളെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇത് അന്തിമമായ ഒരു തീരുമാനം നാളെയോടുകൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പൊതുവെ കരുതുന്നത്. ഏതായാലും 43 മന്ത്രിമാരോളം ഈ സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് വ്യക്തമാണ്. അതിൽ 20ഓളം മന്ത്രിമാർ BJPയുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും. ബാക്കിയുള്ള മന്ത്രിമാർ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനും അതുപോലെ അജിത് പവാർ വിഭാഗത്തിനും വീതിച്ചു നൽകും. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഇത്തരം മന്ത്രിമാരെ അനുവദിക്കുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കണമെന്ന് NCP വ്യക്തമാക്കുന്നുണ്ട്. കാരണം കുറവ് സീറ്റുകളിൽ മത്സരിക്കുകയും കൂടുതൽ ജയം നേടുകയും ചെയ്തിട്ടുള്ള NCP ആണ് എന്ന് അജിത് പവാർ വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ്. ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നത്. മനു, കഴിഞ്ഞ 2-3 ദിവസമായി, അതായത് നമുക്കറിയാം ഏക്നാഥ് ഷിൻഡെ അനുനയിച്ചു എന്ന് നമ്മൾ വിചാരിച്ചു. അതിനുശേഷം അദ്ദേഹം BJP പറയുന്നത് കേൾക്കും, മോദി പറയുന്നത് കേൾക്കുമെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പലവിധ നാടകങ്ങൾ, പനിയാണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നു, യോഗങ്ങൾ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ ഒരു പ്രഷർ, അതിപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിൽ അവരുടെ ഒരു 7 MPമാരുടെ ശക്തിയുണ്ട്. കേന്ദ്രത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൂടി മുതലെടുക്കുകയാണ് എന്ന് പറയുന്നു. ഇത്ര അധികം ഭൂരിപക്ഷം ഉണ്ടായിട്ടും, 5-4 ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാത്തത് 10 ദിവസമുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും മഹായുതിക്ക് ഒരു വലിയ അടിയാണ്. അതിനപ്പുറത്ത് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ പൂർണ്ണമായും ഈ സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാമെന്ന ആത്മവിശ്വാസം കൂടി BJPക്ക് വേണമല്ലോ. രഞ്ജിത്ത്, BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 132 സീറ്റുകളാണ് BJPക്ക് ഉള്ളത്. സ്വാഭാവികമായും ഈ 132 സീറ്റുകൾ എന്ന നിലയിൽ BJP കൂടുതൽ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ശിവസേനയ്ക്ക് 57 സീറ്റുകളാണ് ഈ നിയമസഭയിൽ ഉള്ളത്. NCPക്കാകട്ടെ 41 സീറ്റുകളും ആണ് ഉള്ളത്. സ്വാഭാവികമായും ഇത്തരം ഒരു നിർണായക ഘട്ടത്തിൽ ഈ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മന്ത്രിമാരെ നിയമിക്കുക എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിനെ സംബന്ധിച്ച് അത് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ നേടിയ ഈ തിളക്കമാർന്ന വിജയം അത് ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തമായ നീക്കം ഉണ്ടാകും. അത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വ്യക്തമാവുകയും ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്.
അതാണ് സാഹചര്യം. ഏതായാലും മുംബൈയിൽ ചർച്ചകൾ നടന്നു. ഏക്നാഥ് ഷിൻഡ ദേവേന്ദ്ര ഫട്നാവിസിനെ കണ്ടു, സംസാരങ്ങൾ നടന്നു. നാളെ BJPയുടെ വളരെ പ്രധാനപ്പെട്ട യോഗം 11 മണിക്ക് ചേരുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രി അടക്കം പാർലമെന്ററി പാർട്ടി ലീഡർ അടക്കം തെരഞ്ഞെടുക്കുക. അതോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര. ബനു ഭരത് വിവരങ്ങൾ പങ്കുവച്ചു.